ഗായ്സ്, പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാർ സ്റ്റീരിയോ അല്ലെ ഒരു ആംപ്ലിഫയർ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു അസംബിൾ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമുക്കൊരു കാറെ വെക്കാൻ അല്ലെങ്കിൽ ബസ്സേ വെക്കാൻ ഒരു ടൈപ്പ് ഒരു ക്യാബിനറ്റാണ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മുടെ കോട്ടയത്ത് AK ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇവിടെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇച്ചിരി മുകളിലായിട്ടാണ് കടയുള്ളത്. അവിടെയാണ് അത്യാവശ്യം നല്ല മാന്യമായ വില എന്ന് വെച്ചാൽ നല്ല വിലക്കുറവിൽ നല്ല വിലയിൽ കിട്ടും സാധനം തന്നെ. 200 രൂപയ്ക്ക് ഇതെങ്ങാണ്ട് എനിക്ക് 245 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ലൊരു ക്യാബിനറ്റ് ബോർഡാണിത്, ക്യാബിനറ്റാണിത്. നിങ്ങൾക്ക് കാണാം നല്ല അത്യാവശ്യം സബ് വിത്ത് USB പ്ലഗാണ്. സോണിയിൽ നിന്നൊക്കെയാണ് ഇത്. ഇതിൻ്റെ സ്വിച്ച്, ഇതിൻ്റെ ബേസ്, ട്രിബിള്, സബിൻ്റെ വോളിയം കൺട്രോള്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാബിനറ്റാണ്. പിന്നെ അകത്തായിട്ട് വരുന്നത് നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തൊരു ഗീസ്റ്റാറിൻ്റെ സാധാരണ മൊഡ്യൂളാണ്. നമ്മൾ ഗീസ്റ്റാറിൻ്റെ മൈക്കുള്ള ബാസ് ട്രബിളുള്ള മൊഡ്യൂളാണ് മേടിച്ചത്. പക്ഷേ അത് കിട്ടിയത് മാറിപ്പോയതാണ്, ആ ചേട്ടന് മാറിപ്പോയതാണ്. നമ്മൾ തൽക്കാലത്തിന് ഇപ്പോൾ ഈ ഗീസ്റ്റാറിൻ്റെ പാനലും കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വേറൊരെണ്ണം മേടിച്ചാണ്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു സ്പീക്കർ കണക്ടർ, നമ്മൾ ഈ ആ ക്യാബിനറ്റിനായിട്ട് തന്നെ മേടിച്ചൊരു സ്പീക്കർ കണക്ടർ, പിന്നെ അതിനായിട്ട് തന്നെ ഒരു ആംപ്ലിഫയർ ബോർഡ്. ഇതെന്ന് പറയുന്നത് LA4508 എന്ന് പറഞ്ഞൊരു മോഡൽ ഫോണാണ്. അത് ഒറ്റ ചാനലാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത്. ഈ ചാനൽ കംപ്ലൈൻ്റ് ആണ്, നമ്മൾ നോക്കണം, ചാനൽ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഒറ്റ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 12 വോൾട്ട് DC-യിലാണ് വർക്കാവുന്നത്, AC അല്ല DC-യിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു കൂളിംഗ് ഫാൻ വെക്കാനുള്ള സിസ്റ്റം ഉണ്ട്. സ്പീക്കർ കണക്ടർ വെക്കാനുള്ള കാണിക്കാം. സ്പീക്കർ കണക്ടർ സെറ്റ് ചെയ്യാനുള്ള ഇവിടെ സിസ്റ്റം ഉണ്ട്. പിന്നെ AC കോഡ് വയറൊക്കെ ഇടാനുള്ള സിസ്റ്റം. നമുക്ക് വേറെ എന്തെങ്കിലും വയറല്ല RCയുടെ കണക്ടറോ ഇതിനൊക്കെ ഇവിടെ വെക്കാനുള്ള സിസ്റ്റം ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം നമുക്ക് ഗീസ്റ്റാറിൻ്റെ പാനൽ നമുക്കൊന്ന് പരിചയപ്പെടും. ഇത് ഗീസ്റ്റാറിൻ്റെ ഒരു നമ്മുടെ സാധാരണ മൊഡ്യൂൾ പോലെയാണ് ഗീസ്റ്റാറിൻ്റെ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ഗീസ്റ്റാറിൻ്റെ പാനൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് ഗീസ്റ്റാറിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല പാക്കിംഗ് ആണ്, നല്ല സാധനമാണ്. അത്യാവശ്യം വില ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സാധനമാണ്, പാക്കിംഗ് ആണ്. ചില പാനലുകളൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഈ പേപ്പർ വെട്ടിക്കകത്താണ് വരുന്നത്. ഇത് നല്ല പ്ലാസ്റ്റിക് ബോക്സാണ്. നമുക്ക് ഈ കമ്പോണൻസ് ഒക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ലൊരു ടൈപ്പ് പ്ലാസ്റ്റിക് ബോക്സാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ പാനൽ. സാധാരണ ഒരു പാനലാണ്. ഇത് USB ഉണ്ട്, FM ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സ് ഉണ്ട്, മൈക്കിന് കണക്ടിവിറ്റി ഉണ്ടെന്നാണ് കാണിച്ചത്, മൈക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഓഡിയോ ഇൻപുട്ട്. ഇത് നമ്മുടെ 5 വോൾട്ട് പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരു സാംസോണിൻ്റെ വീഡിയോ ബ്ലൂടൂത്ത് പാനലിലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതാണ് ആ ഗീസ്റ്റാറിൻ്റെ റിമോട്ട്. അത്യാവശ്യം ഗീസ്റ്റാറിൻ്റെ റിമോട്ട് നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ഇതിനകത്ത് ഇടാൻ പറ്റുന്ന AAA ബാറ്ററിയാണ് ഗീസ്റ്റാറിൻ്റെ റിമോട്ട് ഇടാൻ പറ്റുന്നത്. നമുക്ക് ബാറ്ററി മാറിയിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാറിയിടാം, നേരത്തെയൊക്കെ നമ്മുടെ സാധാരണ ലോക്കൽ റിമോട്ടല്ല. ഇതിൻ്റെ കണക്ടറാണ്, 5 വോൾട്ടിൻ്റെ കണക്ടർ, ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കണക്ടർ, ഈ റെഡ് വയർ അതിൻ്റെ ആൻറ്റിന. അപ്പോൾ നമ്മളിതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വിലയെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞതുള്ളൂ. ഈ ആംപ്ലിഫയർ ബോർഡ് കിട്ടുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്, എൻ്റെ ഫ്രണ്ട് അജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് എനിക്ക് ബോർഡ് തന്നത്. അതുകൊണ്ട് ഞാനിത് വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ ബോർഡാണ് നമ്മൾ ഈ ക്യാബിനറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേണം സബിൻ്റെ ആമ്പ് വേണം സെപ്പറേറ്റ് വെച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.